ആലോചന കൈമാറുന്നു. സങ്കീർത്തനം 40:1-2-3 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെസ്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇനി എന്റെ ഇതുവരെ ആടി ഉലഞ്ഞിരുന്നു, കുഴഞ്ഞു പോയിരുന്നു. ഇപ്പോൾ എന്റെ ഗമനത്തെ അവൻ സ്ഥിരം ആക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതുകൊണ്ട് മാത്രം തീർന്നില്ല, അവൻ എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. അടുത്തതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദൂത്. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. പലരും അത് കണ്ട് ഭയപ്പെട്ട് അയ്യോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ട് ദൈവത്തിങ്കൽ ആശ്രയിക്കും. ഇന്ന് ഈ മാസത്തിലെ ആദ്യ ബുധനാഴ്ച നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ദൂത് പറയുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ 40-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവം തന്റെ ദാസന്മാരെ പരിപാലിക്കുന്നു എന്നതിന്റെ തെളിവാണ്. 40-ാം സങ്കീർത്തനം ദൈവം തന്റെ ഭക്തന്മാരെ, തന്റെ ദാസന്മാരെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ഒന്ന് കയറി ഒന്ന് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില വിടുതലുകൾ കണ്ടിട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ട് അവരും കൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മഹത്വം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിടുതൽ കണ്ടിട്ട്, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന കണ്ടിട്ട്, നിന്റെ വായിൽ ഒരു പുതിയ പാട്ട് തരുന്ന കണ്ടിട്ട് മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നി അവരും ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ട് ആശ്രയിക്കുന്ന ഒരു വിടുതല് ഞാൻ ആത്മാവിൽ നിന്ന് ദൂത് പറയാ. വരും ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ ദൈവം ചില വിടുതലുകൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുമാറ് ദൈവത്തിൽ വിശ്വസിക്കൂ. ഒന്നും കൂടെ ഇഞ്ചക്ഷൻ പോലെ നിങ്ങളുടെ അകത്ത് കയറുകയാണ്. ഒന്നും കൂടെ കയറി ഒന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തിലാണ് അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ചില വിടുതൽ കണ്ടിട്ട് മറ്റുള്ളവർ ആശ്ചര്യം തോന്നും. എന്നിട്ട് അവർ ദൈവത്തെ അറിയത്തക്കവണ്ണം ഒരു ദൈവ മഹത്വം ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, തലമുറയിൽ സംഭവിക്കട്ടെ, നമ്മുടെ ഭാവിയിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സാഹചര്യം എന്താ? സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയപ്പോൾ സ്തോത്രമായി പാടിയതാണ് 40-ാം സങ്കീർത്തനം. അതിലെ വാക്ക്, ഞാൻ ദൈവത്തിനായി കാത്തിരുന്നു. എന്തിനാണ് കാത്തിരുന്നത്? ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിലവിളിച്ചെന്നാ പറഞ്ഞു. നിലവിളിയോടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ സങ്കീർത്തനക്കാരൻ കാത്തിരുന്നു. എന്തിന്? കാരണം അവന്റെ അവസ്ഥ കുഴഞ്ഞ ചേറ്റിക്കിടക്കുന്ന, നാശകരമായ കുഴി കിടക്കുന്ന ഒരവസ്ഥയാണ്. നാശകരമായ കുഴിയും കുഴിഞ്ഞ ചേറ്റും രണ്ട് രീതിയിൽ എടുക്കണം. ഈ കുഴിയിലെ പ്രത്യേകത, ഒരാൾ നമുക്ക് ഒന്നീ കഷ്ടപ്പെട്ട് കയറാം, അല്ലെങ്കിൽ ഒരാൾ കയറിട്ട് തരികയോ ഏണി ഇട്ട് തരികയോ ചെയ്താൽ എങ്ങനെങ്കിലും കുഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റും. ഒരു ഇച്ചിരി പരിശ്രമം മതി. കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനാണെങ്കിൽ തന്നെ എങ്ങനെങ്കിലൊക്കെ കയറും. അതല്ലെങ്കിൽ ഒരു കയർ ഇട്ട് കൊടുക്കുകയോ ഏണി ഇട്ട് കൊടുക്കുകയോ ചെയ്താൽ എങ്ങനെങ്കിലും അവനെ കയറ്റാം. ഈ കുഴഞ്ഞ ചേറ്റി കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ കുഴി മാത്രമല്ല, ഒന്നാമതേ നാശകരമായ കുഴി. പക്ഷെ ഇപ്പൊ കുഴഞ്ഞ ചേറ്റ് ആ അവസ്ഥയെ പറയാണ്. കുഴഞ്ഞ ചേറ്റിന്റെ അവസ്ഥ, രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാലും ഒരുത്തൻ നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം രക്ഷപ്പെടുത്താൻ വരുന്നവനും പെട്ടുപോകുന്നതാണ് കുഴഞ്ഞ ചേറ്റ്. ഒരു കാല് വലിച്ചൂരി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോ അടുത്ത കാലം എന്ത് ചെയ്യും? വീണ്ടും തന്നു. കാരണം കുഴഞ്ഞു കിടക്കുന്ന ചേറ്റ്. ആഗ്രഹിച്ചിട്ടും കണ്ടു നിൽക്കുന്നവൻ കൊതിച്ചിട്ടും കേറ്റാൻ പറ്റാത്തൊരവസ്ഥ.
ഇതുപോലായിരിക്കാം ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ. ചില കുഴിയിലായിരിക്കാൻ കിടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു, എന്നാൽ വേറെ പലരും ആഗ്രഹിക്കുന്നു നമുക്കൊരു വിടുതലാകാൻ. പക്ഷെ പറ്റത്തില്ല. നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറ്റിന്റെ അവസ്ഥയാകാം. ഇന്ന് പകൽ ഇതെന്തിനെ കാണിക്കുന്നു? മനുഷ്യന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, പരാജയങ്ങളായിരിക്കാം, ഒറ്റപ്പെടലുകളായിരിക്കാം. പക്ഷെ അവർക്കൊരു പ്രത്യാശയുടെ ദൂതുണ്ട്. ഏത് നാശകരമായ കുഴിയായാലും, ഏത് കുഴഞ്ഞ കേസായാലും, ഇന്ന് പകൽ നീ കാത്തിരുന്നാൽ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കിടക്കുന്നത് നാശകരമായ കുഴിയാണ്, കുഴഞ്ഞ ചേറ്റിലാണ്, പക്ഷെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. ആമേൻ. അതിന്റെ അർത്ഥം കഴിഞ്ഞ ഞായറാഴ്ച ദൈവദാസൻ തൊട്ട അതേ വചനത്തിന്റെ ബാക്കിയും കൂടെ ഞാൻ പൂർത്തീകരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തിനാ കാത്തിരിക്കുന്നേ? നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്. യോഹന്നാൻ 16:33. ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ലോകത്തെ ആരുടെ മുമ്പിലാ കാത്തിരിക്കുന്നേ? നിന്റെ കഷ്ടതയുടെ നടുവിലും നിനക്ക് ജയം തരാൻ പറ്റുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നാം കാത്തിരിക്കുന്നത്. ജയിച്ച കർത്താവാണ്. 2:24 പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ പെന്തക്കോസ്തിന്റെ നാളിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ക്രൂശിച്ചു, പക്ഷെ മരണപാശങ്ങളെ അഴിച്ച് പിതാവാം ദൈവം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. അതിന്റെ അർത്ഥം യേശു ജയിച്ച ജയം, മരണത്തെ ജയിച്ച ജയം. പാതാളമേ, മരണമേ, നിന്റെ വിഷമുള്ള ഇടവെന്ന് പറഞ്ഞ് 3-ാം നാൾ കല്ലറയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. അത് കൊലോസ്യർ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളുടെ മേൽ ആയുധവർഗം വെപ്പിച്ച്, കൊലോസ്യർ 2:15 ഞാൻ വായിച്ചോളാം, നിങ്ങൾ എടുക്കണ്ട. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടായി അവരെ പരസ്യ കാഴ്ചയാക്കി. ലോകത്തിന്റെ കണ്ണിൽ ക്രൂശ് യേശുവിന്റെ മുമ്പിൽ പരാജയമായിരുന്നു. ലോകം നോക്കുമ്പോൾ, യേശുവിനെ നോക്കുമ്പോൾ, പക്ഷെ അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ക്രൂശ് ഒരു ജയമായിരുന്നു. പിശാചിന്റെ ആയുധവർഗങ്ങളെ വെപ്പിച്ചതാണ് ക്രൂശ്. ജയോത്സവം കൊണ്ടാടി. അപ്പൊ യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്കൊരു ജയം ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ജീവിതത്തിന്റെ കുഴഞ്ഞ അവസ്ഥയിലും കുഴഞ്ഞ ചേറ്റിന്റെ അവസ്ഥയിലും ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യന് വേണ്ടി കാത്തിരുന്നാൽ ചിലപ്പോൾ ആ കാത്തിരിക്കുന്ന സമയം വേസ്റ്റ് ആകും. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിൽ നിന്ന് പറയാ, ഈ ദൈവത്തിന്റെ മുമ്പിൽ കാത്തിരുന്ന നീ ലജ്ജിക്കത്തില്ല. കാരണം ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും നീ ധൈര്യമായിട്ടിരിക്കെ, കാരണം ജയിച്ചൊരു കർത്താവാ. അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, നിങ്ങൾ മറക്കരുത്. 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് ആര് ജയം തരും? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? പ്രശ്നമുണ്ട്, പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. ജയം ആര് തരും? യേശു തരും. ലോകത്തിന് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ കഷ്ടത്തിന്റെ മധ്യത്തിൽ എന്റെ കർത്താവ് ജയം തരും. ജീവിതത്തിന്റെ പോരാട്ടത്തിന്റെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം. ആമേൻ. ജയം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷയുണ്ട്. ഇന്ന് മുതലും നാളെ മുതലും SLCയുടെ എന്താണ് അതിന്റെ വാല്യുവേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം നടന്നു. വിത്തിൻ 1 മന്തിനകം, അടുത്ത ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ പലരുടെയും റിസൾട്ടുകൾ വന്നു തുടങ്ങും. അതിന്റെ ആ ജയത്തിന്റെ കാരണം 2 മാസം മുമ്പ് അധ്വാനത്തോടെ ഒരു പരീക്ഷ എഴുതിയതാണ്. ഇന്ന് പകൽ ഏത് പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലും കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും നിന്നോടൊരു ദൂത് പറയുന്നു, നീ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ജയിച്ച കർത്താവിന്റെ മുമ്പിൽ, ജയം തരുന്ന കർത്താവിന്റെ മുമ്പിൽ കാത്തിരുന്നാൽ ഒരു ജയമുണ്ട്. ആമേൻ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തിനായി കാത്തിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ഇടയ്ക്കത് ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത് പറയാനൊരു നിയോഗം തരുന്നുകൊണ്ട് പറയാം. വെളിപ്പാട് 5 എടുത്തേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എടുത്തേ. അതിൽ 1 മുതൽ ചില വാക്യം വായിച്ചേ.
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയ്യൽ. എല്ലാവരും ഒരു കറക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് എടുത്തേ. സാറിന് ആൾക്കാർ അങ്ങനെ എടുക്കാറേ ഇല്ല. വെളിപ്പാട് പുസ്തകമൊക്കെ ഞാൻ പറയുമ്പോഴൊക്കെ വെളിപ്പാട് പുസ്തകം എടുക്കാറുള്ളൂ. വീട്ടിൽ ചെന്ന് ആരും വായിക്കാറില്ല. എടുക്കേ. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ 1 മുതൽ എല്ലാവരും ശ്രദ്ധിച്ച്. യോഹന്നാൻ കണ്ടൊരു കാഴ്ചയാണ് പത്മോസിന്റെ ദ്വീപിൽ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലങ്കയ്യൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടന്നൊരു കാഴ്ച കാണാം. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി. എങ്ങനത്തെ ബുക്കാണ്? അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിട്ട. അപ്പൊ 2 സൈഡിൽ എഴുത്തുള്ള ഒരു പുസ്തകം. അകത്തും പുറത്തും എഴുത്തുള്ള 7 സീല് കൊണ്ട് മുദ്ര ചെയ്ത ഒരു പുസ്തകത്തെ കണ്ടു. അത് ആരുടെ കയ്യിലിരിക്കുക? സിംഹാസനത്തിന്റെ ഇരിക്കുന്നവന്റെ വലങ്കൈ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. ആ പുസ്തകം തുറക്കുവാനും, ആ പുസ്തകം 7 മുദ്രയാൽ മുദ്ര ചെയ്ത ആ പുസ്തകം തുറപ്പാനും, അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. അവിടെ കേൾക്കുമ്പോൾ ഒരു ദൂതനെയും കൂടെ കണ്ടു. ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ ഘോഷിക്കുകയാണ്. ഈ പുസ്തകം തുറപ്പാൻ, ആ കെട്ട് പൊട്ടിക്കാൻ, മുദ്ര പൊട്ടിക്കാൻ ആരുണ്ട്? യോഗ്യതയുള്ള ഒരുത്തനുണ്ടോ എന്നൊരു ചോദ്യം. പുസ്തകം തുറക്കുവാനോ. ഇനി 3-ാമത്തെ വാക്ക് ശ്രദ്ധിച്ചോണം. ഈ ചോദ്യം ചോദിക്കുമ്പോ ഒരു സൈലന്റ് കേൾക്കുകയാണ്. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആർക്കും കഴിഞ്ഞില്ല. ഈ പുസ്തകം പൊട്ടിക്കാൻ, മുദ്ര പൊട്ടിക്കാൻ ആർക്കും എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. ഇതുപോലാണ് നമ്മുടെ ചില ജീവിതാനുഭവം. ഈ കെട്ട് പൊട്ടാൻ, ഈ കുഴിയിൽ നിന്ന് മാറാൻ, ഈ കുഴഞ്ഞ അനുഭവത്തിൽ നിന്ന് മാറാൻ ആർക്ക് കഴിയുമെന്നൊരു ചോദ്യത്തിന്റെ മധ്യത്തിൽ ഇന്ന് പകരം ഒരു ദൂതുണ്ട്. ഒരു ജയിച്ച കർത്താവുണ്ടെന്ന് പറയാനാ ഈ വചനം എടുക്കിപ്പിക്കുന്നത്. ഇനി 5-4. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. താൻ പറയാണ്, ഇത്രയൊക്കെ ശബ്ദം കേട്ടിട്ട് ഒരുത്തൻ പോലും യോഗ്യനായി കണ്ടില്ല, ആരും വന്നില്ല. ഞാൻ അതുകൊണ്ട് ഏറ്റവും എന്ത് ചെയ്തു? കരഞ്ഞു. ഹല്ലേലൂയ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ആരെന്റെ ബന്ധനമടിക്കും, ആര് കെട്ടടിക്കും, ആര് ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും എന്ന് പറഞ്ഞ് കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ ജീവിതാനുഭവം ഉണ്ടാകാം. പക്ഷേ ഇന്നത്തെ ദൂത് ഇതാണ്. 5-5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, നീ കരയണ്ട. ഇന്നത്തെ ദൂതിത കുഴഞ്ഞ ചേറ്റാണോ, നാശകരമായ കുഴിയാണോ, നീ കാത്തിരിക്കാൻ തയ്യാറായാൽ നീ കരയണ്ട. ലോകത്ത് നീ കഷ്ടം അനുഭവിക്കുന്നോ, നീ കരയണ്ട. കാരണം യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന് 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചു. എങ്ങനെ ജയം പ്രാപിച്ചു? 9-ാമത്തെ വാക്ക്, 9-ാമത്തെ വചനം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാ. നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, യേശുക്രിസ്തു അറുക്കപ്പെട്ടു കാൽവറിയിൽ. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ? ഹല്ലേലൂയ. അവിടെ പറയാ എങ്ങനെ ജയം കിട്ടുന്നറിയാമോ? ജയം കാൽവറിയിൽ നടന്നു, രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് സകല ഗോത്രം, സകല ഭാഷ, നമ്മളൊക്കെ ഏത് ജാതി, ഏത് കൾച്ചർ, എല്ലാവരുടെയും വ്യത്യാസമല്ലയോ? ഒരു നമ്മുടെയൊക്കെ അനുഭവങ്ങൾ വ്യത്യാസമല്ലയോ? സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല ജാതി നിന്നുള്ളവരെ ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? എന്റെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഇതിന്റെ അർത്ഥം എന്താ? യേശുവിന്റെ ക്രൂശീകരണം ഓർക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വില കൊടുത്ത് വാങ്ങിയാണ് നമ്മള്. ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ വകയായി. ഇവിടെ ഇരിക്കുന്ന സകലരും ആരുടെ പ്രോപ്പർട്ടിയാണെന്നറിയാമോ? ആരുടെ പോക്കുവരുത്ത് അവകാശമുള്ളതെന്നറിയാമോ? എന്റെ ദൈവത്തിന്റെ അവകാശമാണ്. ഒന്ന് വിശ്വസിക്കുവോ? നമ്മളെല്ലാം നമ്മുടെയൊക്കെ വീട്ടിൽ ആധാരമുണ്ട്. ഈ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ആധാരം എഴുതി കഴിഞ്ഞൊരു കാര്യം ചെയ്യും. അറിയാവുന്നവർക്കറിയാം. അത് എഴുത്തുകൊണ്ട് പരിപാടിയില്ല. ആധാരം എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യും? അറിയാവുന്നവരെന്ന് പറഞ്ഞു വില്ലേജ് ഓഫീസിൽ ചെന്ന് നമ്മുടെ പേരിൽ കൂട്ടി പോക്കുവരവ് ചെയ്ത് എന്ത് ചെയ്യും? കരമടിക്കും. അപ്പോഴാണ് അതിന്റെ എന്ത് ആവുന്നത്? പൂർത്തീകരണം. അതിന്റെ അർത്ഥം എന്താ? ഇനി ഈ ഒരു 10 സെന്റ് വസ്തു എടുത്തു, ഈ പ്ലാറ്റ്ഫോം, ഈ 10 സെന്റ് വസ്തു അതിന്റെ പോക്കുവരവ്, കയറാനും പോകാനും എല്ലാ അവകാശവും ഇനി ആർക്കാ? കാശ് കൊടുത്ത് വാങ്ങിയ വ്യക്തിക്ക. ആണോ? വേറൊരുത്തൻ പോക്കുവരവ് നടത്തിയാൽ
അവനെ ആട്ടി പുറത്താക്കാൻ ആർക്ക് അവകാശമുണ്ട്? നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ 10 സെന്റ് പ്രോപ്പർട്ടിക്കകത്ത് നമ്മളോട് ചോദിക്കാതെ ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഇട്ടാൽ എടുക്കടാ എന്ന് പറഞ്ഞ് എടുപ്പിക്കാനും അവകാശമാർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം നമ്മൾ വിലക്ക് വാങ്ങിയതാ. അങ്ങനാണെങ്കിൽ ഈ ദൂതം ശ്രദ്ധിച്ച്, നിന്നെ ആര് കർത്താവ് കുഞ്ഞാട് അറക്കപ്പെട്ടു, യേശു അറക്കപ്പെട്ടു, ആ രക്തം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നീ ആർക്കായാലും വിലക്ക് വാങ്ങി. ഇനിയിപ്പോ നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. ഇനി പിശാചിന് കിടന്ന് അമ്മാനമാടാനുള്ളതല്ല, അവന്റെ ചരക്ക് വെക്കാനുള്ളതല്ല. ഒരു വെളിപ്പാടകത്ത് കയറ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കരം പൊക്കിയേ. ആണല്ലോ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നല്ലേ? യേശു എനിക്ക് വേണ്ടി മരിച്ച നിങ്ങൾ വിശ്വസിക്കുന്നല്ലേ? അതിന്റെ അർത്ഥം നിങ്ങളെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങി. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. നിങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. ഇനി മാറി മാറി രോഗം വരുമ്പോ, എടാ പിശാചേ, ഇതെന്റെ ദൈവത്തിന്റെ വിലക്ക് വാങ്ങിയതാ, ഇറങ്ങി പോടാ എന്റെ ശരീരത്തിൽ നിന്ന്. കൽപ്പിക്ക്. അത് മാത്രമാണോ? ഇന്ന് പകൽ നിങ്ങൾ കൽപ്പിക്കണം. എന്തോ അറിയോ, പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് ആരാധിച്ചാത്മാവിൽ നിറഞ്ഞ് എന്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തേ. യു ആർ ഗ്ലോറിയസ് ലോർഡ്. ശരീരങ്ങൾ ഫ്രീ ആകട്ടെ, മനസ്സുകൾ ഫ്രീ ആകട്ടെ. ദൈവത്തിന്റെ വകയാ നിങ്ങൾ, ദൈവത്തിന്റെ വകയാ നിങ്ങൾ, ദൈവത്തിന്റെ വകയാ നിങ്ങൾ, ദൈവത്തിന്റെ വകയാ. നിങ്ങൾ ദൈവത്തിന്റെ വകയാ. പിശാചിന് അമ്മാനമാനാനുള്ളതല്ല. നിങ്ങൾ ദൈവത്തിന്റെ വകയാണ്. സിസ്റ്റർ, ദൈവത്തിന്റെ വകയാണ്. അവകാശം തിരിച്ചറിഞ്ഞു, ആത്മാവിൽ ജയം പ്രാപിച്ചു. സിസ്റ്റർ, ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയാണ്. വിലക്ക് വാങ്ങിയതാ, വിലക്ക് വാങ്ങിയതാ, വിലക്ക് വാങ്ങിയതാ. രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. നിന്റെ ജീവിതം പിശാചിന് ടമ്മാനാനുള്ളതല്ല, നിരാശയ്ക്കകത്ത് കിടക്കാനുള്ളതല്ല. നിന്നെ വിലക്ക് വാങ്ങിയത് രക്തം കൊടുത്ത് ഒരു ജയമുണ്ട്. ഏത് മുദ്രയും പൊട്ടിക്കും, ഏത് കെട്ടും പൊട്ടും, ഏത് അടയപ്പെട്ടതും തുറക്കും. അമ്മേ കണ്ടോ, നീ കരയണ്ട. യേശു ജയിച്ചു. എങ്ങനെ ജയിച്ചു? രക്തം കൊടുത്തിട്ട്, അറക്കപ്പെട്ടിട്ട്, വിലക്ക് വാങ്ങി ദൈവത്തിന്റെ വകയായി. അതുകൊണ്ടാ കഷ്ടതയിൽ നീ ധൈര്യമായിട്ടിരിപ്പേ. യേശു ലോകത്തെ ജയിച്ചു, രക്തം കൊടുത്തു ജയിച്ചു. പിശാചിന്റെ തലയെ കാൽവരി തറുത്ത് നമുക്ക് ജയം തന്നു. അതുകൊണ്ടാ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറണേ. ഈ വചനം നിങ്ങളുടെ അകത്തോട്ടൊന്ന് കത്തണേ. നിങ്ങളുടെ അകത്തൊരു ധൈര്യം കയറാൻ പോവാ. നീ ദൈവത്തിന്റെ വകയാ. ഒത്തിരി കുറവൊക്കെ നമുക്കുണ്ട്, പക്ഷെ രക്തം കൊടുത്ത് വാങ്ങിയതാ. വസ്തുവിന് ഇച്ചിരി കുറവുണ്ടായിരിക്കാം, വസ്തുവിന് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരിക്കാം, വസ്തുവിന് ഇച്ചിരി കുഴി ഉണ്ടായിരിക്കാം, വസ്തുവിന് ഏങ്കോണിച്ചൊക്കെ വസ്തു കിടക്കുമായിരിക്കാം. പക്ഷെ വിലക്ക് വാങ്ങിയത് തന്നെ അല്ലയോ? വിലക്ക് വാങ്ങിയത് തന്നെ അല്ലയോ? അങ്ങനാണെങ്കിൽ അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. ഇച്ചിരി കുഴപ്പം നമുക്കുണ്ട്, ഇച്ചിരി പ്രാർത്ഥനയൊക്കെ കുറവുണ്ട്, ഇച്ചിരി വചനദാനമൊക്കെ കുറവുണ്ട്, ശരിയാ, ഇച്ചിരി കുറവുണ്ട്. പക്ഷെ അപ്പുറം നീ ആരാണ്? ദൈവത്തിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. ദൈവത്തിനായി വിലക്ക് വാങ്ങി. യേശു മരിച്ചെന്നും കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഒരുക്കിയെന്നും
ഉയർത്തെഴുന്നേറ്റ് ഒന്ന് പറയുമ്പോ വിശ്വസിക്കേണ്ട, അകത്ത് കയറേണ്ട വെളിപ്പാട് ഇതാ: ഞാൻ ദൈവത്തിന്റെ വില കൊടുത്ത് വാങ്ങിയ പോപ്പട്ടിയാണ്, ഞാൻ ദൈവത്തിന്റെ വകയാണ്, യേശുക്രിസ്തു മുഖാന്തരം അതാണ്. അപ്പൊ സങ്കീർത്തനക്കാരൻ, അപ്പൊ അവിടെ കണ്ടോ ജയം തരുന്ന കർത്താവ്, നീ കരയണ്ട. അപ്പൊ സങ്കീർത്തനക്കാരൻ ദാവീദ് എന്തുകൊണ്ടാ കാത്തിരിക്കുന്നേ? ജയം തരുന്നൊരു ദൈവമുണ്ട്. ഏത് കുഴഞ്ഞ ചേറ്റിയിലാണെങ്കിലും, ഏത് നാശകരമായ കുഴിയിലാണെങ്കിലും ദൈവം ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പൊ കുഴഞ്ഞ ചേറ്റി കിടക്കുകയായിരിക്കാം, പക്ഷെ കാത്തിരിക്കണം. കാത്തിരുന്ന ബൈബിൾ പറയുന്നു അവൻ ലജ്ജിക്കത്തില്ല. പെട്ടെന്ന് ഉള്ളിൽ വരുന്ന ചില വചനങ്ങൾ പെട്ടെന്ന് പറയാം. മീഖയുടെ 7:8 മീഖയുടെ പുസ്തകം, പഴയ നിയമ പ്രവചന പുസ്തകം, മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 7-8. അതൊന്ന് വായിക്കും, നല്ലതായിരിക്കും സിസ്റ്ററെ, ഒന്ന് വായിക്കണം. പറ്റുമെങ്കിൽ ബൈബിൾ ശ്രദ്ധിക്കണം മോളെ, അതൊന്ന് സ്ക്രീനിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന നല്ല. മീഖ 7:7-8 വചനങ്ങൾ. മീഖ 7:7-8 വചനം. യെസ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അവിടെ പ്രവചന പുസ്തകത്തിൽ പറയാ, ഞാൻ ആരോട്ടിലേക്ക് നോക്കും? സങ്കീർത്തനക്കാരൻ ദാവീദ് പറയാ, ഞാൻ ആർക്ക് വേണ്ടി കാത്തിരിക്കും? എന്റെ ദൈവത്തിനായി, എന്റെ രക്ഷയുടെ ദൈവത്തിനായി. ഇവിടെ പറയാം, ഞാൻ ദൈവത്തിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്തുറപ്പറിയാം? എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. കണ്ടോ, എന്തുറപ്പില്ല? ഒരു വിശ്വാസമുണ്ട്, ജയം തരുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഈ മീഖയുടെ പുസ്തകത്തിൽ ഇത് പറയാൻ കാരണം എന്താ അറിയാമോ? ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കും, രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. കാരണം 8. അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഒരു മിനിറ്റിന് ദൂത് പറയാ, ശത്രുവേ, ഈ കഴിഞ്ഞ മാർച്ച് വരെ നീ എന്നെ ചൊല്ലി പല വിഷയത്തിൽ സന്തോഷിച്ചല്ലേ, ഇനി നീ സന്തോഷിക്കണ്ട. അങ്ങനെ ഒന്ന് ഏറ്റെടുത്തേ, ഇനി നീ സന്തോഷിക്കണ്ട. എന്റെ വീട്ടിലെ ചില അവസ്ഥ കണ്ട് പിശാചും മറ്റേതും അദൃശ്യ മണ്ഡലങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടായിരിക്കാം. ഇനി നീ സന്തോഷിക്കേണ്ടി വരത്തില്ല. കാരണം 7:7 പറയുന്നു, ഞാൻ എന്റെ ദൈവത്തിനായി കാത്തിരിക്കും. ശത്രുവായവളെ നീ എന്നെ ചൊല്ലി വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ആമേൻ. നീ നോക്കുമ്പോ ഞാൻ ചിലതിലൊക്കെ വീണ് കിടക്കുക, ഞാൻ കുഴഞ്ഞ ചേറ്റിലാണ്, ഞാൻ നാശകരമായ കുഴിയിലാണ്. പക്ഷെ ഒരു ദൂത് ഞാൻ അങ്ങോട്ട് പറയാം, നീ ചിരിച്ചോ. ഇനി അധികം നാൾ നീ ചിരിക്കത്തില്ല, അധികം നാൾ നീ സന്തോഷിക്കത്തില്ല. ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. ഈ 2024 ഏപ്രിൽ മാസം, ഹല്ലേലൂയ, ഈ 3-ാം തീയതി നിന്നുകൊണ്ട് ആദ്യ ബുധനാഴ്ച ഈ 12:30 കഴിഞ്ഞ സമയത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. ഏതൊക്കെയോ വ്യക്തികൾ, കുടുംബങ്ങൾ ചില വീണ് കിടന്ന അവസ്ഥയെന്ന് എന്റെ ദൈവത്താൽ എഴുന്നേൽക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് നല്ല ദൈവത്തിന് ഇന്ന് പകലൊരു മഹത്വം കരേറ്റിയ ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. അയ്യോ, ഇപ്പൊ ഞാൻ ഇരുട്ടത്തിരിക്കുന്നതാണ് ചിന്തിക്കുന്നേ. ദൈവം വെളിച്ചോട്ട് ഇറങ്ങി വരും. ഇനി നീ സന്തോഷിക്കേണ്ടി വരത്തില്ല. ഉറക്കുന്നുടാ പിശാചേ, നീ ഇനി അധികം സന്തോഷിക്കേണ്ടി വരത്തില്ല. ഇതുവരെയും ചില കാര്യത്തിൽ നീ ഇച്ചിരി സന്തോഷിച്ചു, പക്ഷെ ഇനി എന്റെ ഇരുട്ടും മാറും. എന്റെ ദൈവം എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ കുഴിയിൽ നിന്നും വീണ അവസ്ഥയിൽ എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നിങ്ങളുടെ അകത്തോട്ടൊന്ന് വിശ്വസിക്കാം. ഇത് ഒരു ഇഞ്ചക്ഷൻ പോലെ അകത്തോട്ട് കയറുക. എന്താ കാരണം? ഇനി ശത്രു ചിലതിനെ നോക്കി സന്തോഷിക്കാൻ ഇട വരുത്തത്തില്ല. എന്റെ തലമുറ നോക്കി സന്തോഷിക്കാൻ ഇട വരുത്തുന്നില്ല. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കി സന്തോഷിക്കാൻ ഇട വരുത്തില്ല. ഞാൻ ജയം തരുന്ന ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എന്റെ ഇരുട്ടെന്റെ ദൈവം മാറ്റും. വായിച്ച് നമ്മുടെ സങ്കീർത്തനത്തിലേക്ക് വരാം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് എന്റെ നിലവിളി കിട്ടും. ഈ കഷ്ടത്തിൽ ദൈവത്തിന്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഒരു വേർഷൻ അവൻ എങ്കിലേക്ക് തിരിഞ്ഞു, ടേൺ ചെയ്തു. മലയാളത്തിൽ ചാഞ്ഞു വന്നെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ
ഇംഗ്ലീഷിൽ പറയുന്നു, അവനെങ്കിലേക്ക് രണ്ടും അതിന്റെ മർമ്മമുള്ളതാണ്. ഒന്ന്, ചാഞ്ഞു വന്ന് മേളിലിരിക്കുന്നവൻ ചാഞ്ഞടുത്ത് വരുന്ന പോലെ, മാറിപ്പോയെന്ന് ചിന്തിക്കുന്നവൻ ടേൺ ചെയ്ത് നിന്നിലേക്ക് തിരിയുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരോട് ദൂത് പറയാ, നിനക്ക് അനുകൂലമായി ചിലത് തിരിഞ്ഞു, ചിലത് ടേണാകും. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവസന്നദ്ധിയിൽ ദാവീദ് പറയാ, അനുഭവത്തിൽ നിന്ന് പറയാ, എന്തൊക്കെയോ പ്രതികൂലമായതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുകൂലമായി തിരിയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെങ്കിലേക്ക് ചാഞ്ഞു. അപ്പൊ അതിൽ ഒരു അർത്ഥം മനസ്സിലാക്കണം, ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ്. എന്തോ ദൈവമാണ്? സങ്കീർത്തനം 27:10 സങ്കീർത്തന ദാവീദ്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ, കേട്ടോ, ഞാൻ കുഴഞ്ഞ ചേറ്റില്ല, എന്റെ അവസ്ഥ വല്ലാത്തതാ, പക്ഷെ ഞാൻ എന്റെ ദൈവത്തിനായി കാത്തിരിക്കും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ദൈവം എന്നെ ചേർത്തു. അത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആരും നിത്യസ്നേഹം. അതാ യെശയ്യാവ് 49:15 പറയുന്നുണ്ട്, പ്രവാചനെ കൂടെ എല്ലാവർക്കും അറിയാവുന്നൊരു വചന. യെശയ്യാവ് 49:15, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുവോ? പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയോ? ഇല്ല, സാധാരണ ഇല്ല. എന്നാൽ ഇന്നത്തെ കാലം അനുസരിച്ച് ദുഷ്ടന്റെ അധീനതയിൽ അതും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരു അമ്മ കുഞ്ഞിനെ മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ മറന്നാൽ പോലും ഒരമ്മയുടെ ഹൃദയത്തിനേക്കാൾ അപ്പുറമായി ഞാൻ നിന്നെ മറക്കാത്തൊരു ദൈവമാണെന്ന ദൈവാലോചനമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ ദാവീദ് പറയുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അനുഭവം, സ്വന്തം ഭവനത്തിൽ ഒരു നന്മ, ഒരു വലിയ വിരുന്ന് നടന്നിട്ട് പ്രവാചകൻ വന്നിട്ട്, ശൗമേൽ പ്രവാചകൻ വന്നിട്ട് വിളിക്കാതിരുന്നതാണ്. അപ്പനും അമ്മയും കാട്ടി ആടിനെ മേയിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നതാണ്. ഇസ്രായേലിന്റെ അടുത്ത രാജാവായി തെരഞ്ഞെടുക്കുന്ന സംഭവമാണ്. ദാവീദിന്റെ അപ്പന്റെ മക്കളെ നോക്കി അതിൽ ഏറ്റവും ഒരാളെ ദൈവം തെരഞ്ഞെടുക്കുക. ഈ ക്രൂഷ്യൽ സമയത്ത് അപ്പനും അമ്മയും തന്റെ വീട്ടിൽ വിളിച്ചില്ല. പക്ഷേ അവന്റെ സഹോദരന്മാർ 1, 2, 3 എന്ന് പറഞ്ഞ് നിരന്ന് നിന്നപ്പോ ദൈവം ആരെയും തെരഞ്ഞെടുത്തില്ല. പ്രവാചകനോട് പറഞ്ഞു, ഈ മക്കൾ ഒന്നുമല്ല. അപ്പനാണ് അപ്പനോട് ചോദിക്കുന്നത്, ദാവീദിന്റെ അപ്പനോട് ചോദിക്കുന്നത്, ഈ നീ നിരത്തി നിർത്തിയ നിന്റെ മക്കൾ ആരും അല്ല, വേറെ ഏതെങ്കിലും മക്കൾ നിനക്കുണ്ടോ? കണ്ടോ, ആരും മറന്നു കളഞ്ഞാലും മറക്കാത്തൊരു ദൈവം. അപ്പനാണ് ദാവീദിന്റെ അപ്പം പറയുന്നത്, ഉണ്ട്, ഒരുത്തൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അവനെ പരിഗണിക്കുന്നില്ല, ചെറുപ്പമാണ്, അവൻ യാതൊരു സാധ്യതയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ വിളിക്കാത്തത്. പക്ഷെ പ്രവാചകൻ പറയുന്നു, ദൈവം അവനെയാ കണ്ടിരിക്കുന്നത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ മറക്കാത്ത ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ മറക്കാത്തൊരു ദൈവം. ആര് മറന്നാലും മറക്കാത്ത. ജോസഫിനെ അറിയത്തില്ലേ? ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ജോസഫിന്റെ പലരും, സഹോദരങ്ങളും, വേണ്ടപ്പെട്ടവർ എല്ലാം മറന്നു കളഞ്ഞു. സകലരും മറന്നു കളഞ്ഞപ്പോൾ ദൈവം അവനെ മറന്നില്ല, എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം ഇതാണ്. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഏത് കഷ്ടതയിലും മറക്കാത്ത, മറന്നു കളയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ട് അടുത്തത്, നാശകരമായ കുഴിയിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ആണോ, കേറി വീണ് കിടന്നെങ്കിലും ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് പകൽ കാത്തിരിക്കുന്നവനോട് ദൂത് പറയാം, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് നിന്നെ കയറ്റും. ഉലകത്തിലെ ഒറ്റ മനുഷ്യനും ഇറങ്ങി വരാൻ പറ്റാത്ത കുഴഞ്ഞ ചേട്ടിന്റെ അകത്ത് നിന്നെ ഇറങ്ങി വന്ന് കയറ്റാൻ എന്റെ ദൈവത്തിന്റെ കരം വിശ്വസ്തമാണ്. ഒരു ജയം പ്രാപിച്ച കരമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സകലരോടും ആത്മാവി ദൂത് പറയാ, നിന്നെയും ദൈവകരം പിടിച്ചു കയറ്റാൻ പോവുക. നിന്നെയും ദൈവകരം പിടിച്ചു കയറ്റാൻ പോവുക. നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് ദൈവത്തിന്റെ കരം ചില മണ്ഡലത്തിൽ ദൈവം പിടിച്ചു കയറ്റുകയാണ്. ശക്തമായി ഹോളി സ്പിരിറ്റ് പറയുന്നു, ദൈവത്തിന്റെ ഹാൻഡ് നിന്നെ ലിഫ്റ്റ് ചെയ്യും, ദൈവത്തിന്റെ കരം നിന്നെ ഉയർത്തും.
ആയിരിക്കുന്ന ഒരു കുഴിയുണ്ട്. കുഴിയെന്നല്ല, അഗാധമായ കുഴി. ആ കുഴിയിൽ നിന്ന് കയറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഉച്ചയോടെ സമയത്ത് ആത്മാവ് ആലോചന പറയുന്നു. അടബല ശന്തല ജവൽക്കര നികട്ടര വിശ്വസിക്കുന്നവർ കരമടിച്ച് നല്ല ദൈവത്തിന് ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്റെ ദൈവം ചിലതിനെ കേറ്റട്ടെ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം ചിലതിനെ കേറ്റട്ടെ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം ദൈവത്തിനെ കേറ്റട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ആമേൻ. ഇനിയാണ് എന്റെ മെസ്സേജിലേക്ക്, മർമ്മത്തിലേക്ക് വരിക. എന്റെ കാലുകളെ അവൻ എന്റെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഇനി ശ്രദ്ധിച്ചു. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഇതുവരെ എവിടെ ആയിരുന്നു? ഇതുവരെ എവിടെ ആയിരുന്നു? ഇപ്പൊ എന്റെ ദൈവകരം എന്നെ പിടിച്ചപ്പോ ഇപ്പൊ എവിടാ? പാറമേൽ. ഒന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ ആയിരിക്കുന്ന നിരാശയുടെ, പരാജയത്തിന്റെ, ഇല്ലായ്മയുടെ, തകർച്ചയുടെ കുഴഞ്ഞ ചേറ്റിന്ന് നിന്റെ കാലുകളെ അവിടുന്ന് ആ അവസ്ഥയിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, നന്മയുടെ, അത്ഭുതത്തിന്റെ, മുന്നേറ്റത്തിന്റെ ഒരു പാറമേ ദൈവം നിർത്തുക. കരങ്ങൾ അടിച്ച് ദൈവത്തെ ബഹുമാനിക്കുക. ശാവധാര ധാര 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 ഉടപാല ശേദധേരെ. ഉടപാല ഹന്ദധാര ധാര 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 ശാദധാര ഹന്ദധാര ധൂടബാല ബ്രേഖബാല ഹസ്സധാര ധാര ശാദധാര ഹസ്സധാര ശേദധാര ധൂടബാല ശേദധാര ധൂടമാല ലേഖധാര ധീരധാര. ആമേൻ. ഇതെല്ലാവരും ശ്രദ്ധിച്ചേ. നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് കെട്ടി എന്റെ കാലുകളെ ഒരു പാറമേൽ എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. സ്ഥിരമാക്കെന്ന് പറഞ്ഞാൽ ആടി ഉലയുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? സ്ഥിരമാക്കി. എന്റെ കാലുകളെ മറ്റേ സ്ഥിരതയില്ലായിരുന്നു. ഒന്ന് വലിച്ചൂരി അടുത്തോട്ട് വെക്കുമ്പോ അടുത്ത താഴ്ന്നു, പിന്നെ അടുത്ത താഴ്ന്നു. ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ചില ജീവിതാനുഭവം ഉണ്ടല്ലോ, അതിനെ ദൈവം സ്ഥിരപ്പെടുത്താൻ പോവാ. ഇനി നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഒന്ന് കേറി പിന്നെ വീണ്ടും വന്നു, വീണ്ടും. അങ്ങനല്ല, സ്ഥിരമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥന നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോയാ. കാലുകളെ പാറമേ നിർത്തിയാൽ മാത്രം പോരാ, സ്ഥിരമാക്കാൻ പോവുക. അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് പറ, ഒന്ന് സ്ഥിരപ്പെടുത്താൻ പോവാ ദൈവം. സാമ്പാസിനെ കർത്താവ് സ്ഥിരപ്പെടുത്താൻ പോവാ. സാമ്പതറെ കർത്താവ് ഒന്ന് സ്ഥിരപ്പെടുത്താൻ പോവാ. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞപ്പോ മനസ്സിലായോ? അങ്ങനത്തെ ചില അവസ്ഥ ഉണ്ടല്ലോ, അത് ദൈവം മാറ്റാൻ പോവുക. ഒരു ചെറിയ വിടുതൽ കിട്ടിയാൽ മാത്രം പോരാ, ഈ ആടി ഉലയുന്നതിനെ ദൈവം സ്ഥിരപ്പെടുത്തും. ഹല്ലേലൂയ. ഇനി ഒരു ശ്രദ്ധിച്ചോ. ഇനിയാണ് ദൂത് സ്ഥിരമാക്കി. ഇനി 3 ശ്രദ്ധിച്ചേ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. ഒന്ന് നിർത്തണമേ. അവൻ എന്റെ വായിൽ തുടങ്ങിയപ്പോ എന്തുവാ? നിലവിളി. ഇപ്പൊ സംഗീതം. നിലവിളിക്കുന്നവന്റെ വായിൽ സംഗീത സ്വരം ദൈവം കൊടുത്തു. തുടക്കത്തിൽ എങ്ങനായിരുന്നു? നിലവിളി. എന്റെ ദൈവത്തിനായി. ഇപ്പൊ പറയാം, അവൻ എന്റെ വായിൽ എന്തോ ചെയ്തു? എലിസബത്തിന് കൊടുത്തു. സർവശക്തൻ എനിക്ക് വലിയ ചെയ്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽ നാവിൽ ഒരു പുതിയ പാട്ട്. നിലവിളി സംഗീതമായി മാറി. ഉറക്കെ പറ, നിലവിളി സംഗീതമായി മാറി. കാത്തിരിക്കുന്നവനോടൊരു ദൂത് പറയാം. കാത്തിരിക്കാൻ തുടങ്ങിയപ്പോ ഇച്ചിരി നിലവിളി ഉണ്ടായിരിക്കാം. അതാ മീക പറഞ്ഞത്, നീ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം, ഞാനിപ്പം നിലവിളിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിന്നോട് ഞാനൊരു ദൂത് പറയാ, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും.
എന്റെ വായിൽ ഒരു പുതിയ പാട്ട് എന്റെ ദൈവം തരും. അപ്പൊ കണ്ടോ, നിൽക്കുന്ന പ്രതലം ദൈവം മാറ്റി. കുഴഞ്ഞ ചേറ്റ്, നാശകരമായ കുഴി പിടിച്ചിവിടെ കൊണ്ടുവന്നു, ഉറപ്പുള്ള പാറയെ കൊണ്ടുവന്നു. ഇവിടെ നിൽക്കുമ്പോ എന്തുണ്ടെന്ന് അറിയാമോ? നിലവിളിയുണ്ട് വായിക്കൂടെ. ഇവിടെ നിൽക്കുമ്പോ സ്തോത്ര സ്തുതികൾ, സംഗീതമുയരും. ഈ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ലാസ്റ്റ് നിമിഷം ഇനി 5 മിനിറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടുന്ന് ദൈവം എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങോട്ടെത്തിക്കാം. അതിനെ ഒരു സംഭവം ശ്രദ്ധിച്ചോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം. പുറപ്പാട് ദിവസം എടുത്തേ, 3-ാം അധ്യായം എടുത്തേ. ആ വചനോട് മോളെ ഡിസ്പ്ലേ ചെയ്തേ. പുറപ്പാട്, എക്സോഡസ് ചാപ്റ്റർ 3, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുന്നു. മുൾപ്പടപ്പിൽ മോശയ്ക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുമ്പോൾ പുറപ്പാട് പുസ്തകം ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്നിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് 3, എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 7. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. മോശയുടെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ അശരീരി പറയുകയാണ്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ ഭയങ്കരമായ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവരെ ഇട്ട് അടിമപ്പണി ചെയ്യുന്നു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരുടെ ഉള്ളത്തിന്റെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. നിലവിളി, സങ്കടം, വേദന, നിലവിളി എല്ലാം ഞാൻ അറിയുന്നു. കണ്ണുനീർ ഞാൻ കണ്ടു. ആലോചിച്ച് നോക്ക്. ആ കട്ടച്ചൂളയിൽ വല്ലാത്ത അനുഭവത്തിൽ ഈ അവസ്ഥ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനം 430 പരം വർഷം അടിമത്തത്തിൽ കിടക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് 9-ാമത്തെ വചനം ഒന്ന് വായിച്ച്. 3:9. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അപ്പൊ നിലവിളിക്കുക, നിലവിളി ഉയരുക, എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഈ നിലവിളി വെറും നിലവിളിയല്ല, ഭയങ്കര ഇട്ടങ്ങ് ഞെരുക്കുക മിസ്രയീമ്യർ. ഇതേപോലെ ജീവിതത്തിന്റെ പല കാര്യമിട്ട് ഞെരുക്കുന്ന ചില സംഭവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുള്ള ദൈവത്തിന്റെ ദൂതാണ്. അപ്പൊ നമ്മുടെ ദൂത് ഇതാണ്, നിലവിളി സംഗീതമായി മാറും. ഉറക്കെ പറ, നിലവിളി സംഗീതമായി മാറും. നിലവിളി പാട്ടാവാൻ പോവാ. ഹല്ലേലൂയ. അപ്പോഴാണ് 3:10 പറയുന്നു, മോശെ ബാ, എന്റെ ജനത്തെ ഞാൻ വിടിവിച്ച് പാലും തേനും പോകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇങ്ങനെ ദൈവത്തിന്റെ ജനത്തെ ദൈവം പുറപ്പിച്ച് കൊണ്ടുവന്ന് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോ പുറപ്പാട് 15 എടുത്ത് അതിന്റെ 1, 2, പിന്നെ 20, 21. എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 1 and 2. പുറപ്പാട് 15-ന്റെ 1, 2 വാക്യങ്ങൾ വായിക്കുന്നു, ശ്രദ്ധിക്കുക. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇപ്പോൾ മോശയും ഇസ്രായേൽ മക്കൾ എന്തോ ചെയ്യുന്നേ? സങ്കീർത്തനം പാടി സ്തുതി ചൊല്ലുന്നു. 3-ാം അധ്യായത്തിൽ എന്താണ്? നിലവിളി, സങ്കടം, ഞെരുക്കം. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിൽ എന്ത് ചെയ്യാണ്? പാട്ട് ഉയരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താ കാരണം? കുതിരയും ഫറവോനെയും അവരെ എല്ലാം കടലിൽ എന്ത് ചെയ്യുന്നു? തള്ളിയിട്ടിരിക്കുന്നു. 2-ാമത്തെ വാക്യം. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. 20, 21 അതെല്ലാവരും ശ്രദ്ധിക്കണം. 20, 21, 20 and 21. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു. അപ്പുറത്തേക്ക് മിരിയാം എന്ത് ചെയ്തു? തപ്പെടുത്ത് ആടി പാടാൻ തുടങ്ങി. ഇതുവരെ നിലവിളിയും കഷ്ടതയും ഞെരുക്കവും
വല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയപ്പോ, ദൈവം അവിടുന്ന് കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോ തപ്പിനോട് താളത്തോടു കൂടി അവിടെ പിന്നാലെ ചെന്ന് 21 മിര്യാം അവരുടെ പ്രതികാരമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവേൻ, അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. വിടുതൽ കിട്ടിയാ പിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. താപ്പോടും നൃത്തത്തോളും ദൈവത്തെ സ്തുതിക്കേ. ചിലർ ചോദിക്കുക, ഇങ്ങനെയൊക്കെ പാടേണ്ട കാര്യമുണ്ടോ? സഹോദരിമാരെ ഇങ്ങനെ സ്തുതിക്കേണ്ട കാര്യമുണ്ടോ? സഹോദരന്മാരെ കൈയുയർത്തേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന്റെ വിടുതൽ കിട്ടിയ ബൈബിളിന്റെ തുടക്കം നാളെ മുതൽ, പഴയ നിയമ കാലം മുതൽ ദൈവത്തെ സ്തുതിക്കുന്നത് വേറെ ഒന്നും നോക്കാനില്ല. തപ്പെടുക്കുക, നൃത്തമെടുക്കുക, ദൈവം ആർത്തും പാടിയും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒരു മിര്യാം മുമ്പിൽ നിന്നതേ ഉള്ളൂ. ബാക്കി സഹോദരിമാരെല്ലാം പ്രതികാരമായി എല്ലാവരും കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ ദൈവം നമ്മളോട് ദൂത് പറയുന്നുണ്ട്, നിന്റെ വിലാപം സംഗീതമായി മാറാൻ പോകുകയാ.